Hi everyone, it's me Rahul. Welcome to my Trend of X YouTube channel. Last day നമ്മൾ ഗ്രൂപ്പിൽ ട്രേഡ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഐ വാസ് ബിസി വിത്ത് സം പേഴ്സണൽ വർക്ക്, സോ എനിക്ക് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ബട്ട് ഞാൻ പേഴ്സണലായിട്ട് ട്രേഡ് എടുത്തിരുന്നു. നിഫ്റ്റിയിലല്ല, ഞാൻ ടാറ്റ പവറിൽ ട്രേഡ് ചെയ്തിരുന്നു. ടാറ്റ പവർ നല്ലൊരു മൊമെൻറ്റം തന്നിരുന്നു. ഓക്കെ, സോ നമുക്ക് നാളത്തേക്ക്, അതായത് നാളെ നമ്മുടെ വെനസ്ഡേ, നമ്മുടെ എന്താണ് മാർക്കറ്റിൻ്റെ അവസ്ഥ, എന്തായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവാൻ ഉള്ള സാധ്യതകൾ, നമ്മുടെ ലെവൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് നോക്കാം. ഓൾറെഡി ഞാൻ എല്ലാം വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അനാലിസിസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേ മാർക്കറ്റ് ആ ഒരു ഇമ്പാക്റ്റ്, എവരിവൺ നോസ് ദ ന്യൂസ് ഫ്രം ഇറാൻ ആൻഡ് US ബിറ്റ്വീൻ. സോ ആ ന്യൂസിൻ്റെ ബേസിൽ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗണിൽ വീണു. ഗ്യാപ് ഡൗൺ വീണ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യായിരുന്നു. ഓക്കെ, സിമ്പിൾ പ്രൈസ് ആക്ഷൻ ആയിരുന്നു. ഫസ്റ്റ് ക്യാനിലെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാർക്കറ്റ് ഫസ്റ്റ് ക്യാനിനുള്ളിൽ തന്നെ സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. സോ നമുക്ക് സിമ്പിളായിട്ട് അറിയാം, നമ്മുടെ ഈ ഒരു അപ് ട്രെൻഡ്, നമ്മുടെ 22,200 സ്റ്റാർട്ട് ചെയ്ത ഈ അപ് ട്രെൻഡിൻ്റെ ലാസ്റ്റ് സിംഗ് ലോ ഇതാണ് അല്ലേ. സോ ലാസ്റ്റ് സിംഗ് ലോൻ്റെ ഉള്ളിലോട്ട് തന്നെ മാർക്കറ്റ്, ആ സിംഗ് ലോൻ്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് ഒരു വോളിയം ക്യാൻഡിലിൽ, ഒരു 100% ബയറുള്ള ഒരു വോളിയം ക്യാൻഡിലിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചിട്ട് മാർക്കറ്റ് നേരെ മുകളിലോട്ട് മൂവ് ചെയ്യായിരുന്നു ചെയ്തത്. സോ ഇതാണ് നമ്മുടെ ലോ ആൻഡ് ഇതാണ് നമ്മുടെ ഹൈ. സോ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് ക്യാരക്ടർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു. അത് കഴിഞ്ഞ് ആ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്തിട്ട് സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്തിട്ട് മുകളിലോട്ട് മൂവ് ചെയ്യായിരുന്നു. സോ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, 4 ഹവറിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 ഹവറിൽ നമ്മുടെ നിഫ്റ്റി കറൻ്റ്ലി ബുള്ളിഷാണ് അല്ലേ. 4 ഹവറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറൻ്റ്ലി ബുള്ളിഷാണ്. സോ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തതോടുകൂടി കറൻ്റ്ലി ബുള്ളിഷാണ് മാർക്കറ്റ്. സോ അപ്പം 4 ഹവറിൽ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലോഡ് ഉള്ളോട്ട് മാർക്കറ്റ് കയറുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഇവിടുന്ന് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയുള്ള ട്രേഡ് നമുക്ക് നോക്കാൻ പറ്റുന്നതായിരുന്നു. സോ ഗ്രൂപ്പിൽ കൊടുക്കാതിരുന്നത് ഞാൻ ബിസി ആയതുകൊണ്ടായിരുന്നു. ഓക്കെ, സോ അപ്പം നമുക്ക് നാളത്തെ, അതായത് നാളെ നമ്മുടെ വെനസ്ഡേ എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഒബ്വിയസ്ലി 24,000 മുകളിലാണ് നമ്മൾ ബുള്ളിഷ് ആവുക. 24,000 മുകളിലാണ് നമ്മുടെ ബുള്ളിഷ് ആവുക. സോ ഐ തിങ്ക് മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. നിഫ്റ്റി ഇപ്പം 24,000 മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഓവർനൈറ്റ് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെങ്കിൽ വി ക്യാൻ ഗോ വിത്ത് എ ബൈ എൻട്രി എബോവ് 24,000. ഓക്കെ, 24,000 മുകളിൽ നമ്മൾ ബൈ എൻട്രി നോക്കാം. ഓക്കെ, 24,000 മുകളിൽ നമുക്ക് ബൈ എൻട്രി നോക്കാം. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 24,143, സെക്കൻഡ് ടാർഗറ്റ് 24,223, തേർഡ് ടാർഗറ്റ് 24,287 ആൻഡ് ഫൈനൽ ടാർഗറ്റ് ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് മുകളിലുള്ള. നിങ്ങൾ നോക്കി അറിയാം, 24,416. ഇതാണ് നമ്മുടെ മുകളിലോട്ടുള്ള ടാർഗറ്റ്സ്. ഓക്കെ, സോ ഒബ്വിയസ്ലി നമുക്ക് ഒരു ഗ്യാപ്പ് താഴെയുണ്ട്. ബട്ട് ഗ്യാപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? ഐ തിങ്ക് കുറച്ച് ആൾക്കാർക്ക് അറിയാം. ഗ്യാപ്പ് അല്ലെങ്കിൽ വിൻഡോ എന്ന് പറയുന്ന സംഭവം മാർക്കറ്റിൽ ഉണ്ടാകുന്ന സമയത്ത് അത് ട്രെൻഡിലാണ്. മാർക്കറ്റ് ഒരു ട്രെൻഡിങ് മാർക്കറ്റിൽ, അതായത് മാർക്കറ്റ് മുകളിലോട്ടാണ് മൂവ് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന ഗ്യാപ്പ് ചിലപ്പം തൊട്ടടുത്ത ദിവസങ്ങളിൽ ഫില്ല് ചെയ്യണമെന്നില്ല. മാർക്കറ്റ് പിന്നെ എപ്പോഴേലും വന്നായിരിക്കും ഫില്ല് ചെയ്യുക. അതായത് ആ ഒരു അപ് ട്രെൻഡിലാണെങ്കിൽ അപ് ട്രെൻഡിലുണ്ടാകുന്ന ഗ്യാപ്സ് അപ്പം തന്നെ ഫില്ല് ചെയ്യണമെന്നില്ല. ബട്ട് നേരെ മറിച്ച് അപ് ട്രെൻഡിലുണ്ടാകുന്ന സമയത്ത് ഒരു ഇതേപോലെ ഇത് മാർക്കറ്റ് അപ് ട്രെൻഡിലായിരുന്നു. സോ ഒരു ഡൗൺ ട്രെൻഡ്, ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗൺ ഉണ്ടായപ്പോൾ മാർക്കറ്റ് ഉടനെ അത് ഫില്ല് ചെയ്തു. സോ നമുക്കറിയാം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ താഴെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ട്രെൻഡിന് എഗെയിൻസ്റ്റ് വന്ന ഗ്യാപ്പ് ആയതുകൊണ്ട് മാർക്കറ്റ് ഉടനടി തന്നെ ഫില്ല് ചെയ്തു. ബട്ട് ഈ ഗ്യാപ്പ് മാർക്കറ്റിൽ ട്രെൻഡിലുള്ള ഗ്യാപ്പാണ്. സോ ഇത് പെട്ടെന്ന് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ബട്ട് ഈ ലോ ബ്രേക്ക് ചെയ്താൽ നമുക്ക് നോക്കാം. ഓക്കെ, മാർക്കറ്റ് ട്രെൻഡ് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ടെക്നിക്കൽ ലെവലിന് അപ്പുറത്ത് ഒരു ന്യൂസ് ബേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഹെവി ഗ്യാപ്പ് ഡൗൺ ആയി പോകും, അല്ലെങ്കിൽ ഇതേപോലെ മാർക്കറ്റ് വീണ് പോകും. സോ ടെക്നിക്കൽ അനാലിസിസും SMC കൺസെപ്റ്റും എല്ലാം ഫെയിൽ ആകുന്നത് ഒരു ഇമോഷണൽ ട്രേഡിംഗ് നടക്കുമ്പോഴാണ് അല്ലേ. ഒരു ന്യൂസ് ബേസ്ഡ് ട്രേഡിംഗ് നടക്കുമ്പോഴാണ്, ഒരു ഇവൻറ്റ് ട്രേഡിംഗ് നടക്കുമ്പോഴാണ് ഈ ഒരു ലെവൽസും റെസ്പെക്റ്റ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ ട്രേഡ് ലൈക്ക് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതേപോലെ നമുക്ക് ട്രേഡ് ചെയ്യാം. സോ ഇപ്പം നമ്മുടെ വ്യൂ എന്താണ്? ഇപ്പം നമ്മുടെ വ്യൂ
24,000 മുകളിലോട്ട് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ആ ഒരു ഓപ്പൺ ലോ ക്യാൻഡിലാണ് വരുന്നുണ്ടെങ്കിൽ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നല്ല സ്ട്രോങ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ടുള്ള ടാർഗറ്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ താഴോട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ ആസ് യൂഷ്വൽ ഞാൻ 23,652 ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ താഴോട്ട് ട്രേഡ് ചെയ്തുള്ളൂ. ഇതിനുള്ളിൽ നിന്ന് ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഞാൻ ബൈ ട്രേഡ് മാത്രമേ പ്ലാൻ ചെയ്തുള്ളൂ. മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് വന്നാലും ഐ പ്ലാൻ എ ബൈ ട്രേഡ് ഉള്ളി. ഓക്കെ, ഞാൻ ഈ ഒരു ചെറിയൊരു ക്യാപ്ചർ ചെയ്യാൻ നിൽക്കത്തില്ല. ഞാൻ ഇവിടുന്ന് ബൈ ട്രേഡ് ആയിരിക്കും പ്ലാൻ ചെയ്യുക. ഈ 24,000 മുകളിലും ഞാൻ ബൈ ട്രേഡ് ആയിരിക്കും പ്ലാൻ ചെയ്യുക. സോ ഈ ലോ ബ്രേക്ക് ചെയ്താൽ, ഇതാണ് എൻ്റെ മേജർ ലോ, ഇതാണ് എൻ്റെ മേജർ സപ്പോർട്ട്, ഇതാണ് 23,682 അല്ലെങ്കിൽ 23,700. ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ ട്രേഡ് ലാസ്റ്റ് ഡേ ലോ ആൻഡ് അതിൻ്റെ താഴത്ത് നമ്മുടെ ഹെവി ഉള്ള ഗ്യാപ്പ് ഫില്ലിങ്. ഓക്കെ, 23,188 ഈ താഴോട്ടുള്ള ലെവൽസ് എല്ലാം ഞാൻ താഴോട്ട് ട്രേഡ് ചെയ്യും. ഓക്കെ, സോ നിങ്ങളും നിങ്ങളുടെ എപ്പോഴും നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ട്രേഡ് വിത്ത് ട്രെൻഡ്. എന്താണോ ട്രെൻഡ്, ആ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യാതെ ആ ട്രെൻഡിനൊപ്പം ട്രേഡ് ചെയ്യുക. സോ നൗ മാർക്കറ്റ് നമ്മുടെ ടെക്നിക്കൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പ് ട്രെൻഡാണ്. സോ നമുക്ക് ബൈ സൈഡിലുള്ള ട്രേഡ് നോക്കാം. സോ ഒബ്വിയസ്ലി ലാസ്റ്റ് വീക്കും ലാസ്റ്റ് ഡേയിലും ഗ്യാപ്പ് ഡൗൺ വേണ്ടിയിട്ട് നമുക്ക് വന്നത് ആ ട്രേഡിനൊപ്പമുള്ള ട്രെൻഡിനൊപ്പമുള്ള ട്രേഡാണ്. കാരണം ഗ്യാപ്പ് ഡൗണിലായിട്ട് പോലും നമ്മൾ റിക്കവറിയാണ് മാർക്കറ്റ് കണ്ടത്. സോ ഒബ്വിയസ്ലി നമ്മൾ ബൈ സൈഡിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. 23,682 അല്ലെങ്കിൽ 23,700 താഴെ നമ്മൾ ബിയറിഷ് ആയിരിക്കും. സോ ഇതാണ് എൻ്റെ നാളത്തെ പ്ലാൻ. ഓക്കെ, സോ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. സോ പിന്നെ മറ്റൊരു കാര്യം, ഈ വീഡിയോ ഒന്നും ഒരു ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ അല്ല. ദിസ് ഈസ് ഓൺലി ഫോർ എ എഡ്യൂക്കേഷണൽ പർപ്പസ്. സോ യൂസ് യുവർ ഓൺ ചാർട്ട് ആൻഡ് നിങ്ങളുടെ ലെവൽസ് വരയ്ക്കുക, പഠിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. സോ നാളെ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.